അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പെരുവന്താനം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജോൺ പി തോമസ് ജനങ്ങൾക്കിടയിലെ ജനകീയൻ. കഴിഞ്ഞ 30 വർഷക്കാലമായി തോട്ടം മേഖലയിലും കാർഷിക മേഖലയിലും പ്രവർത്തിച്ചു വരുന്നു. തോട്ടം തൊഴിലാളികളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുവാനും സാധിച്ചു. നിരവധി കാര്യങ്ങളാണ് തോട്ടം മേഖലയിൽ ചെയ്യുവാൻ ഉള്ളത്. ഓരോ പ്രശ്നത്തിനും ശാശ്വത പരിഹാരം, അതാണ് എന്റെ ലക്ഷ്യം. കുടിവെള്ളം കിട്ടാക്കനിയാണ്. കിട്ടുന്നത് വരെ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കും. കഴിഞ്ഞ ഇടതുഭരണം തികഞ്ഞ പരാജയമാണ്. ജനങ്ങൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ UDF അധികാരത്തിൽ എത്തണം. തൊഴിലാളികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യം ഒരുക്കണം. കാട്ടുമൃഗശല്യം രൂക്ഷമാണ്. അതിനൊരു പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല. വികസന കാഴ്ചപ്പാടിനൊപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ് തന്റെ ലക്ഷ്യം. കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം ഏവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും. ജനങ്ങൾക്കിടയിലെ ജനകീയ മുഖമായ ജോൺ പി തോമസ് തന്റെ വികസന കാഴ്ചപ്പാടുകൾ ജനുവരി 2025 വ്യക്തമാക്കുന്നു. എൻ്റെ പേര് ജോൺ പി തോമസ്. ഞാനിപ്പോൾ INTUC ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ്. തിരുക്കൊച്ചി തോട്ടം തൊഴിലാളി യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പെരുവന്താനം ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായിട്ട് തോട്ടം തൊഴിലാളി മേഖലകളിലും കാർഷിക മേഖലകളിലും എൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തോട്ടം മേഖലയിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുടെ സ്ഥിതി എന്ത് കഷ്ടമാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി പരിശോധിക്കണം. കാരണം ചോർന്നൊലിക്കുന്ന ലയങ്ങളുടെ മുറികളിലാണ് ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ അന്തി ഉറങ്ങുന്നത്. പട്ടിക താഴെ വീണ് കുട്ടികൾക്ക് വരെ പരിക്ക് പറ്റിയ നിരവധി സംഭവങ്ങൾ വിവിധ എസ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ അനങ്ങാപ്പാറ നയമാണ് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ സ്വീകരിച്ചുകൊണ്ട് പോന്നിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് തൊഴിലാളികളുടെ സർക്കാരാണ് ഈ കേരളത്തിൽ ഭരിക്കുന്നത്. ഒരു ചെറു വിരൽ അനക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് ഡിസംബർ മാസം, ഇന്ന് 3-ാം തീയതിയാണ്. ഡിസംബർ 3 തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവിൻ്റെ കാലാവധി ഈ മാസം കൊണ്ട് അവസാനിക്കുകയാണ്. ഒരു ചർച്ച പോലും നടത്താൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനോ ഈ ബന്ധപ്പെട്ട തൊഴിലാളി നേതാക്കൾക്കോ ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു 10 രൂപയെങ്കിലും കൂട്ടിക്കൊടുത്തിട്ടുള്ളത് UDFിൻ്റെ സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് കൂലി കൂടുതൽ അനുവദിച്ചിരിക്കുന്നത്. നാളിതുവരെയായിട്ട്, ഇന്ന് നിങ്ങൾ ഇത് നിസ്സാര സംഭവമല്ല. പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇന്നത്തെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന അവസരത്തിൽ 2 തൊഴിലാളികൾ പണിതാൽ പോലും അവരുടെ കുട്ടികളെ പഠനത്തിൽ വിടണം, അവരുടെ ജീവിത ചെലവുകൾ നടത്തണം. അതിനൊന്നും തികയാത്ത സാഹചര്യമാണ്. കാരണം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ഇന്ന് അത് 500 രൂപയാണ്. ഒരു പപ്പടം പൊള്ളിക്കാൻ പോലും വെളിച്ചെണ്ണ മേടിക്കാൻ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സാധിക്കുന്നില്ല. അതാണ് അവസ്ഥ. ഈ അവസ്ഥ കണ്ടിട്ട് പോലും തൊഴിലാളികളുടെ ശമ്പള വർധനവിൽ ഇടപെടാത്ത ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ തിരിച്ചറിയണം. കാരണം ഡിസംബറായി ശമ്പള പരിഷ്കരണം നടത്തേണ്ട ചർച്ച പോലും നടത്തിയിട്ടില്ല. കാരണം ഞങ്ങൾക്കും PLC അംഗങ്ങളുണ്ട്. ഇതുവരെയും ഒരനക്കവുമില്ല. ഈ അഴുത ബ്ലോക്ക് ഡിവിഷനിലെ പെരുവന്താനം ഡിവിഷൻ തോട്ടം തൊഴിലാളികൾ ഒരു 4 വാർഡിലുണ്ട്. തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അത് വളരെ ഖേദകരമാണ്. അവിടെ കുടിവെള്ളമില്ല, അവിടെ അത്യാവശ്യം ചികിത്സാ സൗകര്യങ്ങൾ പോലുമില്ല. പിന്നെ കുറച്ച് എസ്റ്റേറ്റുകളിൽ PF കിട്ടിയിട്ടില്ല, PF അടച്ചിട്ടില്ല. PF അടയ്ക്കാത്തത് മൂലം ഈ തൊഴിലാളികൾ അവരുടെ ജീവിത അവസാനം വരെ ഈ തോട്ടത്തിൽ പണിതിട്ട് ലാസ്റ്റ് അവൻ്റെ ജീവിതം അവസാനിക്കാറാകുന്ന സമയത്ത് പെൻഷൻ പോലും പൂർണ്ണമായിട്ട് കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഗ്രാറ്റുവിറ്റി പോലും വർഷങ്ങൾ താമസിച്ച് പോലും കിട്ടാത്ത അവസ്ഥ. ഇതിനെതിരെ ഒക്കെ പ്രതികരിക്കാൻ ഈ ഒരു സംഘടനകൾ, ഞങ്ങളുടെ സംഘടനകളൊക്കെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഭരണമില്ലാത്തത് നിമിത്തം അതിനൊന്നും പൂർണ്ണമാകാൻ സാധിക്കുന്നില്ല. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. പിന്നെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തണം. അതിനൊക്കെയുള്ള ഒരു പരിശ്രമം ഞങ്ങളുടെ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള
ഒരു മുന്നോടിയാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. പിന്നെ നിങ്ങൾ വേറെ ഒരു കാര്യം അറിയേണ്ടത്, ഇവിടെ മുഴുവൻ നിങ്ങൾക്കറിയാം എത്രയോ മനുഷ്യ ജീവിതങ്ങളാണ് ഇവിടെ പൊലിയുന്നത്. കാട്ടാന ആക്രമണത്തിൽ, പുലിയുടെ ആക്രമണത്തിൽ, പന്നിയുടെ ആക്രമണത്തിൽ. എന്നിട്ട് പോലും ഒരു 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 ചെറുവിരൽ അനക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ പ്രാവശ്യം ചെന്നാപ്പാറ മുകളിൽ ഒരു സ്ത്രീ മരിച്ചു, മതമ്പായിൽ മരിച്ചു. ഇവിടെ അടുത്തിടെ എത്രയോ ആൾക്കാർ മരിക്കുന്നു. ആ മരിക്കുമ്പം വരും മന്ത്രി പറയും ഞങ്ങളൊക്കെ മന്ത്രിക്ക് നിവേദനം കൊടുത്തു. മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ട് മന്ത്രി അത് വിളിച്ചു പറയുമ്പം ഒരു ഉദ്യോഗസ്ഥനും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ശക്തിയില്ലാത്ത മന്ത്രിമാര്, ഒരു കാര്യപ്രാപ്തിയില്ലാത്ത മന്ത്രിമാരാണ് ഇവിടെ ഭരിക്കുന്നത്. അതുമൂലം പാവപ്പെട്ടവന്റെ ജീവന് വിലയില്ലാതെ പോകുന്നു. എത്രയോ ആൾക്കാർ മരിക്കുന്നു. ഈ കാട്ടാന ശല്യത്തിനും പുലിയുടെ ആക്രമണവും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ ഇവിടെ LDF വരെ ഇവിടെ ഉപരോധിച്ചു. എന്തൊരു കഷ്ടമാണ്. ഭരിക്കുന്ന പാർട്ടി വരെ ഇവിടെ NH ഉപരോധിച്ചിട്ട് പോലും നടപടിയെടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള ആവാസ തരങ്ങളാണ് ഈ കേരളത്തിലും ഈ പ്രദേശങ്ങളിലും നടമാടുന്നത്. പാവപ്പെട്ടവന്റെ ജീവന് പുല്ലുവിലയാണ്. കഴിഞ്ഞ ദിവസം ഈ കൊടുകുത്തി എസ്റ്റേറ്റിൽ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ വന്നതാണ്. കൊടുകുത്തി എസ്റ്റേറ്റിൽ ഒരു സ്ത്രീ ടാപ്പിങ്ങിന് പോയപ്പോൾ ഒരു പുലി ഫ്രണ്ടിൽ നിൽക്കുന്നു. അവര് ബോധം കെട്ടു വീണു. ഞാൻ അന്നേരം മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ പോയി അവരെ കണ്ടു. അവർ കരയുകയായിരുന്നു. സാറേ, ജീവൻ എനിക്ക് കിട്ടി എന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. അതിന് പോലും ഒരു നടപടിയും ഇതുവരെയും സ്വീകരിക്കാത്ത സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പറയാനുള്ളത് പാവപ്പെട്ടവന്റെ കർഷകരുടെ രോദനമാണ്. റബ്ബറിന് താങ്ങുവില 250 രൂപ ആക്കാമെന്ന് പറഞ്ഞാണ് ഇവർ പ്രകടന പത്രികയിൽ കാണിച്ചത്. 200 രൂപ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അതുപോലും കിട്ടുന്നില്ല. സാധാരണ കർഷകർക്ക് വളരെ കഷ്ടപ്പാടാണ്, ദുരിതമാണ്. പിന്നെ അവൻ്റെ കാപ്പിക്കുരു ആണേലും കൊക്കോയാണേലും ഈ കുരങ്ങൻ്റെയും പന്നിയുടെയും കപ്പയിടാൻ പറ്റത്തില്ല. പന്നിശല്യം, ഭയങ്കരമായിട്ട് പന്നിശല്യം. പിന്നെ എങ്ങനെ കർഷകർ ജീവിക്കും? ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായേ പറ്റുകയുള്ളൂ. അതിനൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. കൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ കോളനികളുണ്ട്. നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കണം. എൻ്റെ ഡിവിഷനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ജ്യോതിസ് നഗർ കോളനിയിൽ പോയി. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അവിടെ ഒന്ന് നടന്നു പോകാനായിട്ട് ഒരു വഴി പോലുമില്ല. വൃദ്ധരായവർ, രോഗികളായവർ ഒക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ കള്ളം പറഞ്ഞല്ല, നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ ചെന്ന് കാണാം അതിൻ്റെ അവസ്ഥ. ജ്യോതിസ് നഗർ കോളനിയിൽ ഒരു സ്റ്റെപ്പ് പോലും ഒന്ന് കാലെടുത്ത് വെച്ചാൽ വേച്ച് താഴെ പോകും. പിന്നെ ചോർന്നൊലിക്കുന്ന കെട്ടിടം പടുതായിട്ട് മൂടിക്കിടക്കുന്നു. ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് നടിക്കുന്ന അംഗങ്ങളും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും ഒക്കെയാണ് ഇവിടെ നിലവിലുള്ളത്. അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം വേണം. കോളനി നിവാസികൾ, കൊടുകുത്തി കോളനിയുണ്ട്, ജ്യോതിസ് നഗറിലുണ്ട്. കോളനിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ ക്ഷേമത്തിനും അവരുടെ കളിസ്ഥലങ്ങൾ അവർക്ക് ഒരു ഉല്ലസിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പിന്നെ അത്യാവശ്യം ചികിത്സ കിട്ടണം. വളരെയേറെ രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട്. കരഞ്ഞു കിടക്കുന്ന എത്രയോ രോഗികളെ ഞാൻ എൻ്റെ ഡിവിഷനിൽപ്പെട്ട 8 വാർഡുകളിൽ മുഴുവൻ വീടുകളും ഞാൻ കയറിക്കഴിഞ്ഞു. ഇനിയും എനിക്ക് ഒരു വാർഡും കൂടെ ഇന്ന് കൊണ്ട് പൂർത്തിയാകും. അപ്പോൾ ഞാൻ കാണാൻ സാധിച്ചത് പാവപ്പെട്ട രോഗികൾ ഇങ്ങനെ കിടക്കുകയാണ്. അവർക്ക് ഒരവസ്ഥയില്ല, അവർക്ക് മരുന്ന് മേടിക്കാൻ കാശില്ല എന്നാണ് പറയുന്നത്. അതിനൊക്കെയുള്ള ഒരു സംവിധാനം വേണം. തീർച്ചയായിട്ടും ആ മരുന്ന് മേടിക്കാനും ഈ പാവപ്പെട്ട രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനുള്ള സംവിധാനം എൻ്റെ മനസ്സിലുണ്ട്. എന്നെ വിജയിപ്പിച്ചാൽ അതിനൊക്കെ കൂട്ടായി ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും ഒക്കെ ആയിട്ട് ആലോചിച്ച് ഈ പാവങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പിന്നെ രണ്ടാമത് ഒരു പ്രശ്നം, ഒരു മനുഷ്യന് ആവശ്യമെന്ന് പറഞ്ഞ വസ്ത്രം, പാർപ്പിടവും വെള്ളമാണ്. കുടിവെള്ളക്ഷാമം കൊണ്ട് മരുതും മൂട്ടിലെ എത്രയോ ജനങ്ങൾ ഇന്നും കരയുന്നു. ഞാൻ ചെന്നപ്പം ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി പറയുകയാണ്, സാറേ ഇവിടെ വെള്ളമില്ല. ഞങ്ങൾ പോകണമെങ്കിൽ താഴെ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ താഴെ പോയി ആറ്റിപ്പോയി കുളിച്ചിട്ട് ഞങ്ങൾ കയറി വരുമ്പോൾ ഞങ്ങൾ വേർത്തു പോകും. ഞങ്ങൾ സ്കൂളിൽ എങ്ങനെ പോകും? ഒരു തുള്ളി വെള്ളമില്ല. പേരിന് പൈപ്പ് ഇട്ടിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, വെള്ളമില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കുടിവെള്ളം പോലും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രയത്നം ഞാൻ ചെയ്യും. പിന്നെ ആരോഗ്യ മേഖലയിലും കുടിവെള്ളത്തിനും ഒക്കെ മുൻഗണനയോട് പ്രവർത്തിച്ച് അതിനുള്ള ഇതിനുള്ള ഒരു പൂർണ്ണത എത്തിക്കുന്നതിന് വേണ്ടിയുള്ള
നടപടിയുമായിട്ട് പോകും. പ്രിയപ്പെട്ട നമ്മുടെ ഡിവിഷനിലെ ജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്നോടൊപ്പം UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് വാഗമൺ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന മിനി സാബു എന്ന വ്യക്തി മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റായിട്ടുണ്ട്. കരുത്തിയായ മിനി സാബുവിനെയും നമ്മുടെ പ്രിയപ്പെട്ട കൊക്കയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് വെമ്പിളിയെയും എന്നോടൊപ്പം മത്സരിക്കുന്ന കൊടുകുത്തി വാർഡിൽ മത്സരിക്കുന്ന ഷേർലി ജോർജ്, പെരുവന്താനം പെരുവന്താനം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഷിയാസ് മുത്തേടത്തിനെയും, കടമാങ്കുളം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന തോമസ് കുട്ടിയെയും, മുണ്ടക്കയം ഈസ്റ്റിൽ നിന്ന് മത്സരിക്കുന്ന KN രാമദാസിനെയും, പാലൂർക്കാവിൽ നിന്ന് മത്സരിക്കുന്ന മേരിക്കുട്ടി ബിനോയിയെയും, കൊക്കയാർ പഞ്ചായത്ത് പൂവഞ്ചി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്റ്റാൻലി സണ്ണിയെയും, കൊക്കയാർ പഞ്ചായത്ത് മുളങ്കുന്ന് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സുനിത ജയപ്രകാശിനെയും, ബോയ്സ് എസ്റ്റേറ്റ് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സ്വർണ്ണലത അപ്പുക്കുട്ടനെയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് പകരണമെന്ന് നിങ്ങളോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.